നമസ്കാരം. രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർ കാത്തിരുന്ന PM കിസാൻ പദ്ധതിയുടെ പുതിയ ഗഡു വിതരണം സംബന്ധിച്ച സുപ്രധാന വിവരങ്ങളാണ് വന്നിരിക്കുന്നത്. പല ഗുണഭോക്താക്കൾക്കും ഇപ്പോൾ ഒരു സംശയമുണ്ട്. PM കിസാൻ 23ാം ഗഡുവിന്റെ 2000 വിതരണം തുടങ്ങിയോ എന്നത്. ബാങ്ക് അക്കൗണ്ടിൽ പണം എത്തിയോ? ആർക്കൊക്കെയാണ് ആദ്യം തുക ലഭിക്കുക? തുക ലഭിക്കാത്തവർ എന്താണ് ചെയ്യേണ്ടത്? ഇതെല്ലാം വിശദമായി നോക്കാം. PM കിസാൻ സമ്മാൻ നിധി പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ കർഷക ക്ഷേമ പദ്ധതികളിൽ ഒന്നാണ്. ഈ പദ്ധതിയിലൂടെ അർഹരായ കർഷകർക്ക് വർഷത്തിൽ 6000 സാമ്പത്തിക സഹായം നൽകുന്നു. ഈ തുക 3 ഗഡുക്കളായി 2000 വീതമാണ് വിതരണം ചെയ്യുന്നത്. ഇപ്പോൾ 23ാം ഗഡുവിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്തുടനീളമുള്ള കർഷകർ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഗഡു വിതരണം ആരംഭിച്ചാലും എല്ലാ ഗുണഭോക്താക്കൾക്കും ഒരേ സമയത്ത് പണം ലഭിക്കണമെന്നില്ല. DBT സംവിധാനം വഴിയാണ് പണം കൈമാറുന്നത്. അതുകൊണ്ട് വിവിധ ബാങ്കുകളിലും സംസ്ഥാനങ്ങളിലും സമയവ്യത്യാസം ഉണ്ടാകാം. ചിലർക്ക് മണിക്കൂറുകൾക്കുള്ളിൽ ലഭിക്കുമ്പോൾ മറ്റു ചിലർക്ക് അടുത്ത ദിവസം ലഭിക്കാനും സാധ്യതയുണ്ട്. ഇനി ഗുണഭോക്താക്കൾ നിർബന്ധമായും പരിശോധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. ഒന്നാമതായി PM കിസാൻ eKYC പൂർത്തിയായിട്ടുണ്ടോ? ഇപ്പോൾ eKYC നിർബന്ധമായതുകൊണ്ട് എല്ലാവരും eKYC ചെക്ക് ചെയ്യുക. eKYC പൂർത്തിയാക്കാത്തവരുടെ പേയ്മെന്റ് തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. രണ്ടാമതായി ആധാർ നമ്പർ ബാങ്ക് അക്കൗണ്ടുമായി ശരിയായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക. മൂന്നാമതായി ബാങ്ക് അക്കൗണ്ട് സജീവമാണോ എന്ന് പരിശോധിക്കുക. നാലാമതായി PM കിസാൻ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിക്കുക. നിങ്ങളുടെ അപേക്ഷ അംഗീകരിച്ച നിലയിലാണോ എന്ന് മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. സുഹൃത്തുക്കളെ, ചില ഗുണഭോക്താക്കൾക്ക് മുൻപ് തുക ലഭിച്ചിരുന്നെങ്കിലും ഇത്തവണ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകാം. ഇതിന് പ്രധാന കാരണം രേഖകളിലെ പിശകുകൾ, eKYC പൂർത്തിയാക്കാത്തത്, ബാങ്ക് വിവരങ്ങളിലെ തെറ്റുകൾ എന്നിവയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വിവരങ്ങളും വീണ്ടും പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം. PM കിസാൻ പദ്ധതിയിൽ വ്യാജ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനുള്ള പരിശോധനകൾ കേന്ദ്ര സർക്കാർ ശക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് രേഖകൾ കൃത്യമല്ലാത്തവർക്ക് പേയ്മെന്റ് തടയപ്പെടാൻ സാധ്യതയുണ്ട്. യഥാർത്ഥ അർഹരായ കർഷകർക്ക് മാത്രം ആനുകൂല്യം ഉറപ്പാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. അതേസമയം നിരവധി ഗുണഭോക്താക്കൾക്ക് പണം അക്കൗണ്ടിൽ എത്തിയതായി സന്ദേശങ്ങൾ ലഭിച്ചു തുടങ്ങിയാൽ അത് ബാങ്കിന്റെ പ്രോസസിംഗ് സമയത്തെ ആശ്രയിച്ചിരിക്കും. അതിനാൽ പരിഭ്രാന്തരാകാതെ ഔദ്യോഗിക വിവരങ്ങൾ മാത്രം വിശ്വസിക്കുക. PM കിസാൻ പദ്ധതിയുടെ ഓരോ ഘടകവും കർഷകർക്ക് വലിയ സാമ്പത്തിക സഹായമാണ്. കൃഷിച്ചെലവുകൾ വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ തുക നിരവധി കുടുംബങ്ങൾക്ക് ആശ്വാസമാകുന്നു. അതുകൊണ്ട് ഗുണഭോക്താക്കൾ ബാങ്ക് അക്കൗണ്ടും PM കിസാൻ സ്റ്റാറ്റസും സ്ഥിരമായി പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ വന്ന ഉത്തരവ് പ്രകാരം, അതായത് PM കിസാൻ 23ാം ഗഡു 20ാം തീയതിയായിട്ട് എല്ലാവർക്കും വിതരണം ചെയ്തു തുടങ്ങുമെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത. അതായത് ഇനി വെറും 3 ദിവസങ്ങൾക്കുള്ളിൽ PM കിസാൻ വിതരണം ആരംഭിക്കുകയും നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് 2000 രൂപ എത്തിച്ചേരുകയും ചെയ്യും. ജൂൺ 20-നാണ് 23ാം ഗഡുവിനായിട്ടുള്ള എല്ലാവർക്കും വിതരണ തീയതി ഇപ്പോൾ നിശ്ചയിച്ച് അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. ഇതുപോലെയുള്ള പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കുന്ന മുറയ്ക്ക് കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും എത്തുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. മറ്റ് കർഷക സുഹൃത്തുക്കൾക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും ജൂൺ 20-ന് കാത്തിരിക്കുക. നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് പണം തീർച്ചയായും എത്തുന്നതായിരിക്കും.